4-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. സാം നമ്പർ 4, 4-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ചേർന്ന് ഉച്ചത്തിൽ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നീതിയായ ദൈവമേ, എല്ലാവർക്കും കൂടെ ചേർന്ന് വായിക്കാം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ നിശ്ചിക്കും. ഓ ഭക്തനെ തനിക്ക് വേർതിരിക്കുന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഇടകടക്കമേ വായിച്ചു. നീതിയാങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. നമുക്ക് 6 നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയെ നിന്റെ പ്രഭാഷണം ദിപ്പിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം നീ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോട് കിടന്നു. നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഞാൻ സമാധാനം അനുഭവിച്ചത്, ഞാൻ നിർഭയം കർത്താവേ ഞാൻ മുന്നോട്ട് പോയത് നിന്റെ ദയയാണ്, നിന്റെ കൃപയാണ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ട് മാത്രമാണ്. കർത്താവേ, നിന്റെ സ്വകീയമായ സമാധാനം എൻ്റെ ഉള്ളിൽ തന്നതിനായി നമുക്ക് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. അപ്പാ, നീ എവിടുന്ന് നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് സങ്കീർത്തനക്കാരൻ കടന്നുപോയ വിഷയത്തിനകത്ത് അനവധി ഭയങ്ങളുണ്ടായിരുന്നു. തൻ്റെ ചുറ്റിനും ആരോഗ്യ പ്രതിസന്ധികളുണ്ടായിരുന്നു. മരണകാരണമായ വിഷയങ്ങൾ തൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മളെ ജീവനോടെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ കൃപാകടാക്ഷമാണ്. അതനുഭവിച്ച ദൈവമക്കൾ അല്പസമയം കർത്താവിനെ വാഴ്ത്തുവാൻ ഇടയായി തീരട്ടെ. അവരെ കർത്താവിന് സ്തുതി കരയറ്റുവാൻ ഇടയായി തീരട്ടെ. മഹത്വം കരയറ്റുവാൻ ഇടയായി തീരട്ടെ. നമ്മളെ തന്നെ മറന്നുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഴങ്ങളിൽ കർത്താവിനെ നടത്തിയ വിധങ്ങൾ എത്രയോ വലുതാണ്. അപ്പൻ്റെ പദ്ധതികൾ എത്രയോ വലുതാണ്. കർത്താവേ, നീ എന്നിൽ ആശ്രയിക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. എന്നെ നടത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എന്നെ നടത്തിയത് അങ്ങയുടെ കർത്താവ് ദയയാണ്. ആ അതിൽ ഞാൻ ആശ്രയിക്കും. ഞാൻ ഇനിയും ആ ദൈവത്തിൽ തന്നെ എൻ്റെ ആശ്രയം വെക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ സന്തോഷമാണത് നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുവാനിടയായി തീരട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് നടത്തിയ, കർത്താവ് ദയ കാണിച്ച വിഷയങ്ങൾ നിരവധിയുണ്ട്. മറന്നു പോകരുതേ. നിലനിർത്തിയ കൃപകൾ അനവധിയുണ്ട്. രോഗങ്ങൾ വന്നപ്പോൾ നീ തളർന്നു പോകാൻ ഇടയുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അവസ്ഥകൾ ശരീരത്തിൽ മാറി മാറി വന്നപ്പോൾ നീ തളർന്നു പോകാൻ ഇടയുണ്ടായിരുന്നു. ദൈവത്തോടെ നിന്നെ പിടിച്ചു നിർത്തിയതാ. നിന്നെ കരം താങ്ങി നിർത്തിയതാ. നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ മാറിയപ്പോൾ നിന്നെ കരം താങ്ങി ദൈവം നിർത്തിയിരിക്കുകയാണ്. ഇന്നും ആ ദൈവത്തിന്റെ കൃപയുണ്ട്. അത് പ്രാപിച്ചവർ ദൈവത്തെ മഹത്വപ്പെടുകട്ടെ. മരുന്നിന്റെ മിടുക്കുകൊണ്ടല്ല കേട്ടോ നീ ആയിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ഡോക്ടർമാരുടെ കഴിവുകൊണ്ടല്ല. നിന്റെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അതിന് ഓക്സിജന്റെ അളവുകൾ ദിശ തെറ്റി ഓടുമ്പോൾ ക്രമാതീതമായ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പലതും ബ്ലോക്കായി തീരുവാനിടയുണ്ട്. പലതിന്റെ ചലനം നിന്നുപോകാൻ ഇടയുണ്ട്. റബല സന്തന വൈഡ പ്രബാലകസ്യാന്തന. നിന്റെ ഞരമ്പുകളിൽ കൂടെ ശരിയായ രീതിയിൽ ഹല്ലേലൂയ രക്തധമനിൽ കൂടെ ഒഴുകുന്ന രക്തത്തിന് എന്തെങ്കിലും കുറവ് വരാതെ നിന്നെ സൂക്ഷിച്ച ദൈവമുണ്ട്. അത് കുറവ് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ സ്കാനിങ്ങിനും പിന്നെ ഇത് ചെയ്യണം മറ്റേതും എല്ലാം പോകുന്നത്. നിയന്ത്രിച്ച് നിർത്തിയില്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ തന്ന ദയയല്ലാതെ
നീ നിർത്തിയതല്ലാതെ. അതിന് 31-ാം തീയതി രാത്രിയാണോ എന്നില്ല. ദൈവത്തിന്റെ ദയ ഉയർത്തുവാൻ കർത്താവ് നീ എന്നെ നടത്തുന്ന കൃപകൾക്കായി ഞാൻ നന്ദി അർപ്പിക്കുക. 31-ാം തീയതി രാത്രിയാകണമെന്നില്ല. ദൈവം ചെയ്ത വൻകൃപകളെ ഉയർത്തുവാൻ, ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ. കർത്താവേ, നിനക്ക് ഏത് സമയവും ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുക, നിന്നെ പാടി മഹത്വപ്പെടുത്തുക. നീ വിളിച്ച് ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു കർത്താവേ. We honor your name, O Lord. ആ പരിശുദ്ധ നാമത്തെ ഉയർത്തുവാനിടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. ദൈവം ഞങ്ങളെ നിലനിർത്തിയ കൃപയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല കർത്താവേ. ഞങ്ങൾ മുൻപോട്ടും പുറകോട്ടും നോക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ വഴികൾ നല്ല ഇടയൻ ഞങ്ങളെ കർത്താവേ ഇരുപാതകളിൽ ഞങ്ങളെ നടത്തി ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും ആവശ്യമാണെന്നൊക്കെ തന്ന് ഞങ്ങളെ നടത്തി പരിപോഷിപ്പിച്ച കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പോൽക്കാർ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒന്നും കൂടെ പരിശോധിക്കുവാൻ ഞങ്ങൾ അതിന് പ്രകാരം കർത്താവിനെ നന്ദി അർപ്പിക്കുന്ന ദൈവത്തിന് സുഗ്രാഹ്യമുള്ള ദൈവത്തിന് കീർത്തനം പാടുമ്പോൾ ഞങ്ങളുടെ ദൈവത്തോട് തന്നെ ഞങ്ങളുടെ ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുന്നൊരു യാഗമായി ദൈവസന്നിധി സമർപ്പിക്കപ്പെടുവാൻ ഇന്ന് പകൽ ആരാധനയിൽ ഞങ്ങളെ സ്വർഗ്ഗം ഇടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിനക്ക് വേണ്ടി ഹല്ലേലൂയ നിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഞങ്ങൾ സുഗ്രാഹ്യമാവുന്ന നിനക്ക് വേണ്ടി സൗരഭ്യം പരത്തുന്ന കർത്താവ് ഒരു അനുഭവത്തിലൂടെയാക്കി ഞങ്ങളെ എടുത്ത് തീർക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കൂട്ടുകൊണ്ടുവന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം, നിവാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ഒരുപോലെ സ്വർഗീയ അനുഭവങ്ങളുടെ നടുവിൽ ഞങ്ങളെ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയെ പാടി മഹത്വപ്പെടുത്തി ദൈവനാമത്തിന്റെ മഹത്വം ഏറ്റെടുത്തവരായി ഞങ്ങൾ മുന്നേറുവാനിടയാക്കണം. തിരുകരങ്ങളിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചന എവിടെ കണ്ടിരിക്കുകയായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ വാഴ്ത്തി ദിവസനെ നമസ്കരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ കാലം വിശേഷാൽ ഈ വർഷത്തിൻ്റെ 2024 അവസാന ദിവസങ്ങളിൽ ദൈവത്തെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് സൺഡേയിലേക്കാണ് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകുന്നത്. കർത്താവ് പുലർത്തിയ എല്ലാ വഴികൾക്കും കർത്താവിന് നമുക്ക് സകല ബഹുമാനവും ആരാധനയും മഹത്വത്തിന് യോഗ്യനായ കർത്താവിനെ നമുക്ക് അർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഭാഗികമായോ പൂർണ്ണമായോ ഉപവാസത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് വിഷയങ്ങളെ ദൈവമുമ്പാകെ പകരുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ അവസ്ഥകളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുന്ന ദിവസങ്ങളിലാണല്ലോ നാം ആയിരിക്കുന്നത്. വീണ്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എപ്രകാരം നമ്മളെ ലീഡ് ചെയ്യുന്നോ അപ്രകാരം ശുശ്രൂഷകൾ മുന്നോട്ട് പോകും. അതിൻ്റെ സമയത്ത് കാര്യങ്ങൾ കർത്താവ് തന്നെ നടത്തി നമ്മളത് വിജയമായിട്ട് പോകും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവമക്കൾ കടന്നു വന്ന വിഷയങ്ങളെ ദിവസങ്ങളിൽ പകരുവാൻ പല ഫോണുകളിൽ കർത്താവ് കൃപ നൽകി. വീണ്ടും അനവധി വിഷയങ്ങളെ നമ്മൾ ദിവസം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. എല്ലാവരും കഴിവതും പല മീറ്റിങ്ങുകളിൽ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കടന്നു വരുന്നുണ്ട്. പറ്റുന്ന എനിക്കറിയാം ഇവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ ജോലിക്ക് പോയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്കിലും കഴിവും ദൈവമക്കളൊക്കെയും കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും മധ്യസ്ഥ നടത്താനും കർത്താവ് കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു നല്ല ദൈവമക്കൾക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ വെക്കേഷൻ ടൈമുകളിൽ അവർ ദിവസങ്ങളിൽ കടന്നു വന്ന് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. വരും ദിവസങ്ങളിൽ കർത്താവ് അവരെ ശക്തീകരിക്കട്ടെ, ദൈവകൃപയാൽ അവരെ നിറയ്ക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവദാസന്മാരെല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങുകളുണ്ട്. നമുക്ക് 31-ാം തീയതി രാത്രിയിലത്തെ നമ്മുടെ ഇയറിൻ്റിങ് മീറ്റിൽ നമ്മൾ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ച് ഏകദേശം 12 വരെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. എന്നാൽ നമ്മുടെ ആ മീറ്റിംഗ് വളരെ ലൈറ്റായുള്ള ഷെഡ്യൂളുകളാണ് ആ മീറ്റിങ്ങുകൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. എങ്കിലും അന്ന് സമയങ്ങളുണ്ട് സാക്ഷ്യത്തിനെങ്കിലും ആർക്കെങ്കിലും
പാട്ടുപാടി വിശേഷാൽ അന്ന് നമ്മൾ നോർമലി വർഷിപ്പുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ കുറവ് മൂലം 31-ാം തീയതി രാത്രി ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ദൈവമക്കൾ അത് ദൈവകൃപയോട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് യോജിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും ആർക്കെങ്കിലും ഇന്ന് നിങ്ങൾക്ക് പാട്ടുപാടി എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളോ സാക്ഷ്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്നും അവസരം ഉണ്ടായിരിക്കും. 31-ാം തീയതി അവസരങ്ങളുണ്ട്. എന്നാൽ സമയം നമ്മൾ വളരെ ഹല്ലേലൂയ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുവാനാണ് നാം ആഗ്രഹിക്കുന്ന. പല ശുശ്രൂഷകൾ, പല ക്രമീകരണങ്ങൾ 31-ാം തീയതി ഉണ്ട്. ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവ സാക്ഷ്യങ്ങൾ ഒരു പാട്ടുപാടി നിങ്ങൾക്ക് പറയാൻ അറിയിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സാവകാശം ഇന്നുണ്ടായിരിക്കും, സമയമുണ്ടായിരിക്കും. അന്ന് വളരെ കൃത്യതയോട് തന്നെ നമ്മൾ സമയം പാലിച്ച് കോമൺലി ഉള്ള വർഷിപ്പിൻ്റെ സോങ്സ് കാണും. അല്ലാതെ ഇൻഡിവിജ്വലി ഓരോരുത്തരും ഓരോ പാട്ടുമായിട്ട് എഴുന്നേറ്റ് നമുക്ക് സമയത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പ്രാർത്ഥനയോടെ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വായിച്ച സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. സാം നമ്പർ 4 വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സാം നമ്പർ 4 ഒന്നാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇവിടെ ദാവീദ് പറയുന്നത്, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ. തൻ്റെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. ആരാണ് എൻ്റെ നീതി? ആരാണ് എൻ്റെ റൈച്ചസ്? എൻ്റെ ദൈവം എൻ്റെ നീതിയാണ്. ലോകത്തിൽ പലപ്പോഴും നീതി കിട്ടാത്ത അവസ്ഥകൾ ലോകത്തിലുണ്ട്. എന്നാൽ ദാവീദ് പറയുന്നത് അവനാരാണ്? എൻ്റെ നീതിയാണ്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? വിശാലത. ഏത് വിഷയങ്ങളിലാണ് വിശാലത വെളിപ്പെടേണ്ടത്? പറഞ്ഞാട്ടെ കുഞ്ഞുങ്ങൾ, പറഞ്ഞാട്ടെ. ഏത് വിഷയങ്ങളിലാണ് നമുക്ക് വിശാലത ആവശ്യം? കുഞ്ഞുങ്ങൾ പറഞ്ഞാട്ടെ. വി നീഡ് ദ ഹെൽപ്പ് ഓഫ് നമുക്ക് ആത്മീയ വിഷയങ്ങളിൽ മേലുള്ള ഒരു വിശാലതയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആത്മീയ വിശാലതയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെ ആര് ചെയ്തു തരും? കർത്താവ് ചെയ്തു തരും. ഭൗതിക ആവശ്യങ്ങളുടെ വലിയൊരു ലിസ്റ്റ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ കൊടുക്കുന്നില്ല. എന്നാൽ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി നാം വാഞ്ചിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മറ്റാവശ്യങ്ങളെ ആര് ചെയ്തു തരും? കർത്താവ് ചെയ്തു തരും. ദൈവം വിശ്വസ്തന. ദൈവം ഇതുവരെ നടത്തിയില്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അഭിമുഖീകരിച്ച വിഷയത്തിനകത്ത് ദൈവം എന്ത് തന്നിട്ടുണ്ട്? വിടുതൽ തന്നിട്ടുണ്ട്. നീക്കുപോക്ക് തന്നിട്ടുണ്ട്. അത് ആര് നീക്കുപോക്കൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ലേ? ആശ്വാസമൊന്നും ആരും പ്രാപിച്ചിട്ടില്ലേ? നിരവധി അനവധി ആശ്വാസങ്ങൾ. എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന് ഭാരപ്പെട്ടപ്പോൾ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ആശ്വാസങ്ങളെ ഏറ്റെടുക്കുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. ഇനി ആ ദൈവം അതാത് സമയങ്ങളിൽ ആശ്വാസം നൽകും. അതിനെ ഓർത്തല്ല ഇപ്പം ഭാരപ്പെട്ടിരിക്കേണ്ടത്, അതിനെ ഓർത്തല്ല ചിന്താകുലരായിട്ടിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തിക്കൊടുത്ത് ദൈവകൃപ ഏറ്റെടുക്കുവാൻ ഇടയായി തീരട്ടെ. അപ്പോൾ ദൈവികമായ ഒരു വിശാലതയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കുക. നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പിന്നെ അവിടെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ഭക്തനായി ജീവിക്കുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നിൽക്കുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ സത്യത്തിനായി നിൽക്കുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പേര് നൽകിയിട്ടുണ്ട്. എന്തുവാ? 3 കാണാം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീ. നമ്മുടെ പേർക്ക് ഒരു പേരുണ്ട്. നമ്മൾ പറയുന്നു, ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ സാമായിരിക്കുന്നു.
പ്രതീഷ് പാസ്റ്റർ, അതുപോലെ ലിവൻ ബ്രദർ ആയിരിക്കുന്നു, വീം ബ്രദർ ആയിരിക്കുന്നു. പക്ഷെ സ്വർഗം നമ്മളെ കാണുന്നത് എന്തായിട്ടാ? ഭക്തനെന്നാണ് സ്വർഗം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഉണ്ടോ? സ്വർഗം നമ്മളെ കാണുന്ന അനുഭവം എന്താ? ഭക്തനാണ്. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ഗോഡ്. അല്ലേ പാസ്റ്ററെ? ഡിവോട്ടഡ്, സെപ്പറേറ്റഡ്. ആർക്ക് വേണ്ടി? ലോകത്തിന് വേണ്ടിയോ? ആർക്ക് വേണ്ടി? ഇവിടെയുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ? എന്തിനു വേണ്ടിയാ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസ് യു ആർ സെപ്പറേറ്റഡ്? For what purpose, children? For what plan you are separated? For what plan you are separated in this world? Not for this world, not for the condition of this world, not for the purpose of this world. You are in this world, but you are separated for a better plan. കരങ്ങളെ ഉയർത്തി സന്തോഷമുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഈ ഭൂമിയിലാണ് നമ്മളായിരിക്കുന്നത്. ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ, കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ചെയ്യണം, മുടങ്ങാതെ ചെയ്യണം, പോകണം. ഉത്തരവാദിത്തങ്ങളുണ്ട്. 8 o'clock തന്നെ സൈൻ ഇൻ ചെയ്യണം, 5 o'clock തന്നെ സൈൻ ഔട്ട് ചെയ്യണം. ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലെന്നല്ല പറഞ്ഞത്. ഈ ഷെഡ്യൂൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാവരും ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു കാര്യം മറന്നു പോകരുത്. വി ആർ സെപ്പറേറ്റഡ്, വി ആർ ഡിവോട്ടഡ്, നോട്ട് ഫോർ എ വേൾഡ്ലി പ്ലാൻ, നോട്ട് ഫോർ എ വേൾഡ്ലി പർപ്പസ്. യു ആർ സെപ്പറേറ്റഡ് ഫോർ എ ഹയർ തിങ്. നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം മോശയുടെ ജീവിതമായിട്ട് നാം കണ്ടു. എന്നാൽ ഇബ്രാഹിമിൽ നമ്മൾ വായിക്കുന്നത്, നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അങ്ങനൊരു ഓഹരിയുണ്ടോ? അതോ ഈ ലോകത്തിലെ ഓഹരിയേ ഉള്ളോ? ലോകത്തിൽ കുറേ ഓഹരികളില്ലേ? അതുകൊണ്ടാണോ ഒരു ഭക്തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നത്? ഇവിടുത്തെ കുറേ ഓഹരികൾ മേടിച്ച്, ഇവിടുത്തെ കുറേ ഷെയർ മാർക്കറ്റിലോ ഇവിടുത്തെ എന്തെങ്കിലും ഷെയർ ഉണ്ടെന്ന് പറഞ്ഞ് തീരുന്നതാണോ ഒരു ഭക്തൻ്റെ ജീവിതം, ഒരു ഭക്തയുടെ ജീവിതം? അല്ല. അതെല്ലാവർക്കും ഉണ്ട് അല്ലേ? നമ്മളെക്കാൾ ഓഹരിയുള്ള ഒരു ലോകത്തിലുണ്ട്, നമുക്കല്ല. ബട്ട് വി ആർ ഡെഫിനറ്റ്ലി കോൾഡ് ബൈ ഗോഡ് ഫോർ എ ഹയർ കോൾ. ദൈർഘ്യം വിളിച്ചിരിക്കുന്ന സ്വർഗീയ വിളിക്ക് എന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അവൻ എന്നെ അനുഭവത്തിന് വേണ്ടി എന്നെ മാറ്റിയിരിക്കുന്നു, തനിക്ക് വേർതിരിക്കുന്നു എന്ന് അറിവീൻ. ഇതൊരു അറിവാ. ഇത് മനസ്സിലാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലതും പിടികിട്ടു. എൻ്റെ മേലുള്ള വിളി എന്താണെന്ന്, തെരഞ്ഞെടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തിയിലേക്ക് അടുത്തു വരാൻ കഴിയൂ? ഇത് മനസ്സിലാക്കണം. I am separated for the works of my Lord. Even if I am studying in a school, I am studying in a college, I am going to a college coming years, but I am separated for my, wherever I am separated for my Lord. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ ആയിരിക്കുന്നിടത്ത്, ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി അവൻ എന്നെ ആക്കി വച്ചിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെ വേർതിരിക്കുന്ന അറിവ് എന്ന് പറയുമ്പോൾ, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഈ ഭക്തൻ്റെ ജീവിതത്തിൽ എന്തുണ്ട്? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നിശ്ചയമായി കേൾക്കുവാനിടവരും. ഇന്ന് വേൽക്കാല വിഷയങ്ങളുണ്ടോ? ഇല്ല. ദൈവസന്നിധിയിൽ കൊടുക്കുക. ഭക്തനാണ്, ഭക്തയാണ്, വിഷയങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ അവർ മതിയായ ദൈവമാണ്. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ എന്നെ ഹല്ലേലൂയ വേർതിരിച്ചിരിക്കുന്നത് അവൻ്റെ പ്രവൃത്തിക്കത്രേ. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, നടുങ്ങുവീൻ. ഭക്തയായിരിക്കുമ്പോൾ ഒരു നടുക്കം വരണം. എന്ത് കേൾക്കുമ്പോഴാ? പ്രാർത്ഥിക്കുമ്പോഴല്ല നടുങ്ങേണ്ടത്, ആരാധിക്കുമ്പോഴല്ല നടുക്കം വരേണ്ടത്, കൈയടിക്കുമ്പോഴല്ല. നല്ല ചോദ്യം അടിച്ചോണം, ചോദ്യം ആരാധിച്ചോണം. നടുങ്ങുവിന് ഏത് വിഷയത്തിലാണ് നടുങ്ങണ്ടേ?
ഏത് വിഷയത്തിലാണ് നടുങ്ങണ്ടേ? നടുങ്ങുവീൻ. പാപം ചെയ്യാതിരിപ്പീ. ദൈവപ്രവൃത്തിയുടെ ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എന്താവശ്യമാണ്? വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം ആവശ്യമാണ്. ശുദ്ധിയോടുകൂടി മാത്രമേ അവനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ ആരാധന അർപ്പിക്കുവാൻ ഇടയായി തീരുകയുള്ളൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, ഭക്തന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നാം കേട്ടുവല്ലോ, അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പോഴും അവർ ഏതിൽ കൂടെ യാത്ര ചെയ്യുക? അവർ സ്വതന്ത്രരായിട്ടില്ല. പാപത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നിട്ടില്ല. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. എന്താ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്താ ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്? നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഐ ഹാവ് ടു കൺട്രോൾ മൈസെൽഫ്, മൈ വേർഡ്സ്, മൈ ഡീഡ്സ്. ഈ സെഷനിൽ, 4ാമത്തെ സെഷനിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല, എന്റെ കാലുകളെ ബന്ധിക്കേണ്ടടുത്ത് ഞാൻ ബന്ധിക്കണം.
അല്ലാതെ പറഞ്ഞല്ലോ, അല്ലാതെയുള്ള വർക്കുകൾ, അല്ലാതെയുള്ള വ്യാപാരങ്ങൾ പലതിനെയും പല കുടുംബങ്ങളെയും ഭിന്നഭിന്നമാക്കിക്കൊണ്ടിരിക്കും. അല്ലാതെ ഇറങ്ങുന്ന വ്യാപാരങ്ങൾക്ക് ഞാനും അനുഭവം പല വ്യാപാരങ്ങളും പലർക്കും നടക്കുന്നുണ്ട്. അവിടെ എല്ലാം നീ ഒരു തല വെച്ച് കൊടുക്കുക, അവിടെ എല്ലാം നിന്റെ തല കൊണ്ട് കൊടുത്ത് ഇന്നാ പിടിക്കുമെന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുക. ശുദ്ധീകരണം കൂടാ മറ്റ് പല സ്പിരിറ്റും നിന്റെ മേൽ ഇറങ്ങും. അങ്ങനെ ഓടി നടന്നവരെല്ലാം ചെയ്ത് ഒടുവിൽ തകർച്ചയിലേക്ക് വേർപെട്ടത് വിശുദ്ധിയോടെ പുറവുകളെ ദിവസത്തിലേക്ക് പറഞ്ഞു, ദിവസത്തിലേക്ക് പറഞ്ഞു. ഈ ഒരു ശുശ്രൂഷയിലേക്ക് അടുത്ത ദിവസക്കാലം നിർത്തവാങ്ങി ആ ശുശ്രൂഷയിലേക്ക് ഒരുക്കത്തോടെ കടന്നു വരുന്നതിൽ മാത്രമേ ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഫലം കാണാൻ ഇടയാക്കുന്നത്. ഇവിടെയുള്ള ആരെയും പരിശുദ്ധമാവ് നിങ്ങളെ ജീവിതത്തിലേക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഹല്ലേലൂയ സാധ്യത ഏതൊക്കെ മേഖലകളാണ് പ്രകാശിക്കേണ്ട കർത്താവിന്റെ പ്രകാശിക്കേണ്ട സിദ്ധുകളിനകത്തേക്കും തലമുറകളിനകത്തേക്കും അവരെ ഒരുക്കി ഒരു ജീവിതത്തെ വളർത്തേണ്ട നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കണ്ണുമർത്തിക്കുന്ന കാര്യം. ഇനി വരാൻ പോകുന്ന കാലഘട്ടം 2020 എടുക്കുവാനാണ്. ഇവിടെ എല്ലാം ഒരുപാട് കാര്യങ്ങളെല്ലാം പൊക്കി വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് സ്വീകാര്യമാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. എല്ലാം ഒന്നും ദൈവത്തിന് സ്വീകാര്യമുള്ള കാര്യങ്ങളല്ല ഇനി വരാൻ പോകുന്നത്. എന്നാൽ അവിടെ നമ്മൾ നിൽക്കണമെങ്കിൽ ദൈവത്തിൽ വിശുദ്ധിയോടെ വേർപെട്ടവരായി സമൂഹമായി ഈ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരുപ്പീൻ. നിങ്ങളുടെ കിടക്കമേ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരുപ്പീൻ. ഈ ദിവസങ്ങളിൽ മൗനമായിരുന്ന് ദൈവത്തോട് യാചിക്കുന്നെങ്കിൽ നാം വായിച്ച യശയാപ്രവചനത്തിലെ വചനം ഒന്നുകൂടെ വായിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോട് ചേർത്തിയും വാക്യമായിട്ട് നാം വായിക്കുന്നത് യശയാപ്രവചനം 64 അധ്യായം അതിൻ്റെ 4 വാക്യം. Isaiah chapter 64 verses 4. എല്ലാവരും ചേർന്ന് ചുറ്റും വായിച്ച് നമുക്ക് ദിവസം എഴുന്നേറ്റ് നിന്ന് പാട്ടുകൾ പാടി ആരാധിക്കാം. Isaiah chapter 64 verses 4. എല്ലാവരും എടുത്തോ. 64 verses 4. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ടുകൊണ്ട് കണ്ടിട്ടുമില്ല. നീ അല്ലാതെ ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉന്നതനായ ദൈവം, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ ദിവസങ്ങളിലെ കാത്തിരിപ്പ് വിശുദ്ധിയോടെ വേർപാടോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നെങ്കിൽ ആർക്കും ഗ്രഹിക്കാത്തത്, ആരും കാണാത്തതുമായ ആത്മീയമായ അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ദൈവം കൃപ നൽകും. വരിക, എല്ലാവരും ദിവസം എഴുന്നേറ്റ് ഒരു സമർപ്പണത്തോടെ എല്ലാവരും ദിവസമായി എഴുന്നേറ്റ് നിൽക്കാം. ഒരു വലിയ സമർപ്പണം ഉണ്ടാകട്ടെ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവേ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ, എൻ്റെ സംസാര ഹൃദയവിചാരങ്ങളിൽ ദൈവമില്ലാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ഒരു വലിയ യഥാസ്ഥാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പാ, മറ്റേതിനേക്കാളും ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. ഞങ്ങളുടെ തലമുറയ്ക്ക് അത് ആവശ്യമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് ആവശ്യമുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നീ അല്ലാതൊരു ദൈവം. വലിയ സമർപ്പണം നടക്കട്ടെ, വലിയ ശുദ്ധീകരണം ഉണ്ടാകട്ടെ. നീ അല്ലാതൊരു ദൈവം.
ഒരു വലിയ ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ഒരു വലിയ ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാം. അപ്പാ, ഹൃദയം നുറുങ്ങിയവർക്ക് ആ സമീപസ്ഥം, ഹൃദയം നുറുങ്ങിയവർക്ക് ആ സമീപസ്ഥം ഞങ്ങളുടെ കൃപ കാണിക്കണമേ. ലോർഡ്, ഞങ്ങളെ ലീവ് ചെയ്യരുത്, ഞങ്ങളെ ലീവ് ചെയ്യരുത് കർത്താവേ. അനേക സംഘങ്ങൾ കൂടുന്നുണ്ട്. എന്നൂടെ പറയട്ടെ, അനേക സംഘങ്ങൾ കൂടുന്നുണ്ട്, അനേക ശക്തി പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതല്ല നമുക്ക് ആവശ്യം. യഥാർത്ഥമായി ഭക്തനായി ജീവിച്ച് കർത്താവിന്റെ വരവിൽ കാണപ്പെടണം. ഒരു വലിയ ഹൃദയവാഞ്ച, ഒരു ഒരുക്കമുണ്ടാകട്ടെ. മൗനമായി നിന്നുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. Oh, thank you, Jesus. Cleanse me, Lord.